2026 മാർച്ച് 31 മാവോയിസം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന സമയപരിധിയാണിത്. എങ്ങനെയാണ് മാവോയിസം ഇല്ലാതാവുക? അതറിയാൻ ചില കണക്കുകളുണ്ട്. 2025 ജനുവരി 1 ശേഷം രാജ്യത്ത് കൊന്നൊടുക്കിയത് 270 മാവോയിസ്റ്റുകളെയാണ്. അറസ്റ്റിലായത് 680 പേർ, കീഴടങ്ങിയത് 1255 പേർ. കൊല്ലപ്പെട്ട ചിലരെങ്കിലും കേവലം ഗോത്രവർഗക്കാർ മാത്രമാണെന്ന് വിമർശനം ഉയരുന്നു. അതൊന്നും ആരെയും ബാധിക്കുന്നില്ല. കൊല്ലപ്പെട്ടവരുടെ ജീവിച്ചിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് കോടതികളിലും ചോദ്യങ്ങൾ ഉയരുന്നില്ല. മാവോയിസ്റ്റുകൾ മത ജാതി വിഭാഗങ്ങളൊന്നുമല്ല. അതുകൊണ്ട് വംശഹത്യ എന്ന് വിളിക്കാൻ കഴിയില്ല. അവർ സായുധ വിപ്ലവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് വെടിവെച്ച് കൊല്ലുന്നതിൽ പോലീസിനും സർക്കാരിനും മനസാക്ഷി കുത്തുമില്ല. നമ്മൾ ആരംഭിക്കുന്നു. 5 മാസം കൊണ്ട് ഇല്ലാതാകുമോ മാവോയിസം? ഛത്തീസ്ഗഡിൽ മാത്രം കഴിഞ്ഞ 16 മാസത്തിനിടെ 400 മാവോയിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടത്. അതിൽ 90% ആദിവാസികളാണ്. 2000 മുതൽ 2024 വരെയുള്ള 24 വർഷത്തിനിടെ മാവോയിസ്റ്റുകളുമായുള്ള ഏറ്റുമുട്ടലിൽ 11,000 പൗരന്മാരും സൈനികരും കൊല്ലപ്പെട്ടു. അങ്ങനെയാണ് സർക്കാർ കോടതികളിൽ ഹാജരാക്കുന്ന കണക്ക്. ഇക്കാലത്തിനിടയ്ക്ക് 6100 മാവോയിസ്റ്റുകളെയും കൊന്നു. രണ്ടും ചേരുമ്പോൾ 17,000-നടുത്ത് മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. പശ്ചിമ ബംഗാളിലെ നക്സൽ ബാരിയിൽ 1967 തുടങ്ങിയ മുന്നേറ്റമാണ്. അത് പല രൂപങ്ങളും പല പതാകകളും പല പേരുകളും പേറി. ഇപ്പോൾ സായുധ വിപ്ലവത്തിൽ വിശ്വസിക്കുന്നത് പ്രധാനമായും CPI മാവോയിസ്റ്റ് പാർട്ടിയിൽ ഉള്ളവരാണ്. കനു സന്യാലും ചാരു മജുംദാറും ജംഗൽ സന്താലും നേതൃത്വം നൽകിയ മുന്നേറ്റം CPI മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി 1969 ഏപ്രിൽ 22 വരുമ്പോൾ ലക്ഷ്യം സായുധ വിപ്ലവം തന്നെയായിരുന്നു. CPIയും CPIMും RSPയും ഫോർവേഡ് ബ്ലോക്കുമൊക്കെ ജനാധിപത്യത്തിന്റെ വഴിയിലേക്ക് നീങ്ങിയപ്പോൾ സായുധ വിപ്ലവത്തിൽ വിശ്വസിക്കാൻ അന്ന് ഈ പാർട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാതൃകയിൽ അധികാരം പിടിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ അവർ മാവോവാദികളുമായി. പശ്ചിമ ബംഗാളിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി സിദ്ധാർത്ഥ് ശങ്കർ റേയാണ് കടുത്ത നടപടിക്ക് തുടക്കമിട്ടത്. നക്സലുകളെ ഒതുക്കാനായി സായുധ മാർഗം തന്നെ സ്വീകരിച്ചു. 1973 ആയപ്പോഴേക്കും തന്നെ രാജ്യത്ത് 32,000 നക്സലുകൾ ജയിലിലായി എന്നാണ് കണക്ക്. നിരവധി പേർ കൊല്ലപ്പെട്ടു. കനു സന്യാൽ ജയിലിലായി, പിന്നീട് മോചനം കിട്ടി. സായുധ സമരത്തെ തള്ളി ജനാധിപത്യ വഴിയിലേക്ക് കനു സന്യാൽ മടങ്ങി. ഒടുവിൽ 2010 ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. സ്ഥാപക നേതാവ് കനു സന്യാൽ തള്ളിപ്പറഞ്ഞിട്ടും മാവോയിസ്റ്റ് മുന്നേറ്റം തടസ്സമില്ലാതെ തുടർന്നു. ഇക്കാലത്തിനിടെ CPI-ML പലവട്ടം പിളർന്നു. അങ്ങനെയുണ്ടായ 2 ഡസനോളം നക്സലൈറ്റ് പാർട്ടികൾ ഇന്നും സജീവമാണ്. പ്രധാന പാർട്ടിയായ CPI-ML തന്നെ സായുധ സമരം ഉപേക്ഷിച്ച് ജനാധിപത്യ വഴിയിലേക്ക് വന്നു. ബീഹാറിലൊക്കെ CPI-Mനേക്കാളും CPI-യേക്കാളും വലിയ പാർട്ടി ഇപ്പോൾ CPI-ML ആണ്. 1980-ലാണ് CPI-ML പീപ്പിൾസ് വാർ ഗ്രൂപ്പ് രൂപം കൊള്ളുന്നത്. കെ സീതാരാമയ്യയും കെ ചിരഞ്ജീവിയുമായിരുന്നു സ്ഥാപക നേതാക്കൾ. ആ സംഘടന ആന്ധ്ര കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങി. ബീഹാറിലും പശ്ചിമ ബംഗാളിലും വേരുപിടിച്ചത് മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെന്റർ എന്ന പാർട്ടിയായിരുന്നു. 2004 സെപ്റ്റംബറിൽ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെന്ററും CPI-ML പീപ്പിൾസ് വാർ ഗ്രൂപ്പും ലയിച്ചു. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് രൂപം കൊള്ളുന്നത്. രാജ്യത്ത് സായുധ വിപ്ലവത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ ഏറ്റവും വലിയ കൂട്ടമായി ഈ പാർട്ടി മാറി. ദീർഘകാലം സംഘടനയെ നയിച്ചത് ബസവരാജ് എന്നറിയപ്പെടുന്ന N കേശവറാവു ആണ്. ഛത്തീസ്ഗഡിലെ ബസ്തറിൽ വെച്ച് ബസവരാജ് കൊല്ലപ്പെട്ടു. ബസ്തറാണ് രാജ്യത്തെ അവസാനത്തെ മാവോയിസ്റ്റ് ശക്തി കേന്ദ്രം എന്ന് പറയാം. ഛത്തീസ്ഗഡിൽ 66,000 സൈനികരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. മാവോയിസ്റ്റ് വേട്ട മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. 38,000 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്താണ് ഇപ്പോൾ പോരാട്ടം നടക്കുന്നത്. 320 സൈനിക ക്യാമ്പുകളാണ് ബസ്തറിൽ മാത്രമുള്ളത്. ഓരോ ക്യാമ്പിലും 150 മുതൽ 1200 വരെ സൈനികരാണുള്ളത്. ഈ സേനാ വിന്യാസത്തിന്റെ ശക്തിയിലാണ് മാവോയിസ്റ്റുകളെ അടുത്ത മാർച്ചിന് മുൻപ് ഇല്ലാതാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചത്. M വേണുഗോപാൽ റാവു ആണ് മാവോയിസ്റ്റുകളുടെ ഇപ്പോഴത്തെ താത്വിക തലവൻ. സായുധ വിപ്ലവത്തിൽ നിന്ന് പിന്മാറണം എന്ന് ഇത് 2ാം വട്ടമാണ് 1 മാസത്തിനിടെ റാവു കത്തെഴുതുന്നത്. പാർട്ടിയെ കാത്തുരക്ഷിക്കാൻ അതുമാത്രമേ മാർഗമുള്ളൂ എന്നാണ് വേണുഗോപാൽ റാവുവിനെ പോലുള്ളവരുടെ പക്ഷം.
കീഴടങ്ങിയാലും വ്യാജ ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെടും എന്നാണ് മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. പാർട്ടിയുടെ തെലങ്കാന വക്താവ് ജഗൻ വേണുഗോപാൽ റാവുവിനെ തള്ളി പ്രസ്താവന ഇറക്കി. സായുധ വിപ്ലവത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നായിരുന്നു ആ പ്രസ്താവന. ഈ വർഷം മാത്രം കൊല്ലപ്പെട്ട പ്രമുഖരുടെ പട്ടിക തന്നെ ഭയപ്പെടുത്തുന്നതാണ്. ബസവരാജിന് പുറമെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ കട്ട രാമചന്ദ്ര റെഡ്ഡി, കാദരി സത്യനാരായണ റെഡ്ഡി, രവി ചലപതി, സഹദേവ് സോറൻ, ബാലകൃഷ്ണ, നരസിംഹ, ചലം എന്നിവരാണ് ഈ വർഷം കൊല്ലപ്പെട്ടത്. നേതൃനിരയെ ഏറെക്കുറെ ഇല്ലാതാക്കി എന്ന് തന്നെ പറയാം. ഹമാസിനെതിരെ ഇസ്രയേൽ എങ്ങനെ നീങ്ങിയോ അതേ മട്ടിലാണ് മാവോയിസ്റ്റുകൾക്കെതിരെ കേന്ദ്ര സേനകൾ നീങ്ങുന്നത്. ബസ്തറിലും ദണ്ഡകാരണ്യത്തിലുമാണ് സായുധ മാവോയിസ്റ്റ് സംഘങ്ങൾ ഇപ്പോൾ പ്രധാനമായും ശേഷിക്കുന്നത്. വനത്തിന്റെ വ്യാപ്തി കൂടുതലാണ് എന്നതിനാൽ മാത്രമാണ് അവരിലേക്ക് സൈന്യം എത്താൻ വൈകുന്നത്. ഗോത്രവർഗത്തിൽ നിന്ന് മാത്രമാണ് പുതിയതായി മാവോയിസ്റ്റുകൾ ഉണ്ടായി വരുന്നത്. ഗോത്രവർഗത്തിൽ നിന്നല്ലാതെയുള്ളവർ പാർട്ടിയിൽ ചേരാതായിട്ട് ഒരു പതിറ്റാണ്ടെങ്കിലുമായി എന്നാണ് സർക്കാർ രേഖകൾ. കീഴടങ്ങൽ എന്ന മാവോയിസ്റ്റ് നീക്കത്തെ സർക്കാർ സംശയത്തോടെയാണ് കാണുന്നത്. ആന്ധ്രയിൽ 2004 YS രാജശേഖര റെഡ്ഡിയുമായി മാവോയിസ്റ്റുകൾ കീഴടങ്ങൽ ധാരണ ഉണ്ടാക്കിയതാണ്. പക്ഷേ മാസങ്ങൾക്കുള്ളിൽ ധാരണ തകരുകയും രൂക്ഷമായ ആക്രമണം മാവോയിസ്റ്റുകൾ ആരംഭിക്കുകയും ചെയ്തു. കീഴടങ്ങാൻ സമയം ചോദിക്കുന്നത് തന്നെ വീണ്ടും സംഘടിച്ചു വരാനുള്ള സമയത്തിനു വേണ്ടിയാണ് എന്നാണ് സർക്കാർ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ മാവോയിസ്റ്റുകളുമായി സന്ധി വിശ്വസിക്കാനാകില്ല എന്ന് സർക്കാർ പറയുന്നു. കൊന്നു തള്ളാനുള്ള ന്യായമാക്കി ഇത് മാറ്റുകയാണെന്നാണ് മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾ ആരോപിക്കുന്നത്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഇപ്പോൾ ഉന്മൂലനം എന്ന ഒറ്റ സിദ്ധാന്തത്തിലാണ് മുന്നോട്ടു പോകുന്നത്. മാവോയിസ്റ്റുകളെ ജീവനോടെ പിടികൂടുക എന്ന ലക്ഷ്യം പോലും ഇല്ലെന്നാണ് ആരോപണം. കൊന്നൊടുക്കുക എന്ന മാർഗം സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ് 2026 മാർച്ച് 31 മുൻപ് മാവോയിസത്തെ ഇല്ലായ്മ ചെയ്യും എന്ന് പ്രഖ്യാപിക്കുന്നത്. മാവോയിസ്റ്റുകളും ഹിംസ മാർഗമായി സ്വീകരിച്ചിരിക്കുന്നതിനാൽ മനുഷ്യാവകാശ സംഘടനകളുടെ പിന്തുണയും കിട്ടുന്നില്ല. യുദ്ധത്തിൽ മരണമുണ്ടാകും എന്ന ന്യായീകരണമാണ് മാവോയിസ്റ്റ് ഉന്മൂലനത്തിന് ഉപയോഗിക്കുന്നത്. നമസ്കാരം.